ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒറിഗാമി പേപ്പർ കൊണ്ടൊരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെയും ഹാഫായിട്ട് മടക്കാം. ഇതേ രീതിയിൽ തന്നെ എല്ലാ സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. ആദ്യം ഈക്വൽ ഹാഫായിട്ട് മടക്കാം, അതിനുശേഷം അതിൻ്റെയും പകുതിയായിട്ട് മടക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. അതിനുശേഷം നമ്മൾ കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കാം. രണ്ട് കോർണറിൽ നിന്നും ഒരേപോലെ തന്നെ മടക്കിയെടുക്കാം. ഇനി അതിൻ്റെ ഓരോ കോർണറിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി മടക്കിയ ഭാഗങ്ങൾ നിവർത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് പേപ്പർ തിരിച്ച് വയ്ക്കാം. ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആക്കി നന്നായി പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു രീതിയിലായിരിക്കും കിട്ടുക. എന്നിട്ട് അങ്ങനെ മടക്കി കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കാം. ഓരോ ഭാഗങ്ങളും മടക്കുമ്പോഴും നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി വീണ്ടും നമ്മൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് പിടിക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ ഉള്ളിലൊരു സ്ക്വയർ ഷേപ്പ് പോലെയാണ് നമ്മൾ മടക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് 4 സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇപ്പോൾ ആ വലിയ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ക്വയർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ആ ചെറിയ സ്ക്വയറിൻ്റെ സൈഡുകളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് നീളത്തിൽ മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ അതങ്ങനെ തന്നെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡുകൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നമുക്ക് ഈ ഒരു രീതിയിലും അടുത്ത സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ആ സൈഡിൻ്റെ സെൻറ്റർ പോർഷൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പേപ്പർ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർഫ്ലൈയുടെ ചിറകുകളെല്ലാം ഒന്ന് വിടർത്തി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർഫ്ലൈയുടെ ചിറകിൻ്റെ താഴ്ഭാഗം നമുക്കൊന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ മടക്കിയതിൻ്റെ മടക്ക് വീണിട്ടുള്ള ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഇത് മടക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മടക്കി എക്സ്ട്രാ പുറത്തേക്കായി നിൽക്കുന്ന പേപ്പർ
മടക്കിയതിൻ്റെ സൈഡിലേക്കായിട്ട് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ മടക്ക് നിവർത്തി ട്രയാങ്കിൾ രീതിയിൽ ഇതേ രീതിയിൽ മടക്കിയെടുക്കാം. ഇപ്പോൾ പേപ്പർ മടക്കി നിവർത്തിയതിൻ്റെ മടക്കി വീണ ഭാഗത്ത് നമുക്കൊരു ക്രോസ്ഡ് ലൈൻ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് പേപ്പറിൻ്റെ സൈഡിലെ ആ ടിപ്പ് പോർഷൻ മടക്കി കൊടുക്കാം. അതിനുശേഷം സൈഡിലെ പേപ്പർ നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി താഴെയുള്ള ഈ ഭാഗം ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷനായി പോകുന്നുണ്ടെങ്കിൽ വീഡിയോ മാത്രം ശ്രദ്ധിച്ച് ചെയ്യാം. ഓരോ സ്റ്റെപ്പും വളരെ ക്ലിയറായി അത്രയും പതുക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പെൻസിലോ പെന്നോ ഉപയോഗിച്ച് താഴെയുള്ള ഈ പോർഷൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.